രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ വീണ്ടും സ്റ്റാറായി ഫെനി നൈനാൻ. മറുനാടൻ മലയാളിയുടെ ഒരു റിപ്പോർട്ടാണ്. റിനി ആൻഡ് ജോർജിന്റെ മുഖംമൂടി അഴിയുന്നു ? എന്നെ നാളെ വിളിക്കൂ എന്ന് നടി മൂന്നാം പരാതിക്കാരിക്ക് അയച്ച ആ രഹസ്യ സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ട് പുറത്ത്. പരാതിക്കാരുമായി ബന്ധമില്ലെന്ന് വാദം പൊളിച്ച് ഫെനി നൈനാൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ റിനി വില്ലെത്തിയോ ? നിയമ നടപടി സ്വീകരിക്കുമെന്ന് റിനി വെല്ലുവിളിച്ചതിനെ സ്വാഗതം ചെയ്യുന്നതായി ഫെനി. കുറച്ചു ദിവസമായിട്ട് ഫെനിയും റിനിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് നമ്മളെല്ലാം കൗതുകത്തോടെയാണ് കണ്ടത്. അപ്പോൾ അതിൽ താൻ ആരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്ന് റിനി പറയുന്നുണ്ടായിരുന്നു. ഫെനി വീണ്ടും വളരെ മാതൃകാപരമായി ഏറ്റവും നല്ല രീതിയിൽ തന്നെ നല്ല ഭാഷ ഉപയോഗിച്ച് സഭ്യമായി ഉപയോഗിച്ച് റിനിയുടെ ഏറ്റവും നല്ല ഫോട്ടോയും ചിത്രവും അടക്കം കൊടുത്ത് ഒരു വിമർശനം എഴുതിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോയും ക്രുക്കഡായി നിൽക്കുന്ന ഫോട്ടോയും ഒക്കെയാണ് മാധ്യമങ്ങൾ കൊടുക്കുന്നത്. ഫെനി അത്തരത്തിൽ യാതൊന്നുമല്ല കാണിച്ചത്. ഏറ്റവും നല്ല രീതിയിൽ റിനിയുടെ വളരെ നല്ലൊരു ഫോട്ടോയും മറ്റും കൊടുത്ത് ഒരു വിമർശനം ഉന്നയിച്ചിരിക്കും. നമുക്ക് ആ ഫെനിയുടെ പോസ്റ്റ് ഒന്ന് കാണാം. കഴിഞ്ഞ ദിവസം റിനി ആൻഡ് ജോർജ് ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി കൊടുത്ത മൂന്നാമത്തെ ആളെ ഒരു രീതിയിലും ഫോണിലൂടെയോ സമൂഹ മാധ്യമങ്ങളിലൂടെയോ അവർ ബന്ധപ്പെട്ടിട്ടില്ല എന്ന്. എന്നാൽ റിനി ആൻഡ് ജോർജ് 2025 ഓഗസ്റ്റ് 21 കോൾ മീ ടുമോറോ എന്ന് മൂന്നാമത്തെ പരാതിക്കാരിയോട് പറഞ്ഞതിന്റെ സ്ക്രീൻഷോട്ട് സഹിതം എന്നോട് മൂന്നാമത്തെ പരാതിക്കാരി പറഞ്ഞതിന്റെ തെളിവ് ഇതിനോടൊപ്പം ചേർക്കുന്നു. ഇനി അറിയേണ്ടത് റിനി എന്തിനാണ് അവരെ ബന്ധപ്പെട്ടില്ല എന്ന് കള്ളം പറയുന്നത്. എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് റിനി വെല്ലുവിളിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. രാജ്യത്തെ കോടതികളിൽ വിശ്വാസമുള്ള ഞാൻ അവിടെ എല്ലാ തെളിവുകളും ഹാജരാക്കിക്കൊള്ളാം. നമ്മുടെ ഫെനിയുടെ ഒരു കിടിലമായ സാധനമാണ്. ഞാൻ ഫെനി വേഴ്സസ് റിനിയിൽ വളരെ വസ്തുനിഷ്ഠമായി രണ്ടുപേരും യങ്സ്റ്റേഴ്സ് ആണ്. രണ്ടുപേരും കോൺഗ്രസിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അവരെക്കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. എനിക്കതിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം, റിനിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും റിനി ശക്തവും എന്നാൽ റിനിക്ക് താല്പര്യമുണ്ടെന്ന് റിനി പറയുന്ന ഒരു സ്ത്രീപക്ഷ നിലപാടും ഒക്കെ മുമ്പോട്ട് വെക്കുകയാണ്. എന്നാൽ ഫെനി നേരെ തിരിച്ച് സത്യത്തിന്റെ പക്ഷത്ത്, അല്ലെങ്കിൽ ഫെനി വിശ്വസിക്കുന്ന സത്യത്തിന്റെ പക്ഷത്ത്, ഒരു പുരുഷപക്ഷത്ത് നിന്നുള്ള നിലപാടുകളും സത്യസന്ധമായി എന്താന്ന് പറഞ്ഞ കാര്യവും വെക്കുകയാണ്. അപ്പൊ ഫെനി വേഴ്സസ് റിനി ബാറ്റിലെ ഒരു പുതിയ ചാപ്റ്ററാണിത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ചാപ്റ്ററിൽ 2025 ഓഗസ്റ്റ് 21 കോൾ മീ ടുമോറോ എന്ന് പറഞ്ഞതിന്റെ വാട്സപ്പ് ചാറ്റ് അദ്ദേഹം പുറത്തു വിട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് ലൈറ്റും കറണ്ടും ഒന്നുമില്ല. പക്ഷേ ഈ വീഡിയോ ചെയ്യണമെന്ന താല്പര്യത്തോടു കൂടി എൻ്റെ മൊബൈലിൽ അടക്കം വെച്ച് ചെയ്യുന്നതാണ്. എനിക്ക് വളരെ കൗതുകം പോലെ തോന്നി. ഈ മൂന്നാമത്തെ പരാതിക്കാരിയുടെ വാട്സപ്പ് ചാറ്റുകൾ നമ്മുടെ ഫെനി പുറത്തു വിടുന്നുണ്ട്. ഫെനിയുടെ ആ ധൈര്യം അപാരമാണ്. കാര്യം ഫെനിക്കെതിരെ പരാതി, ഫെനിയെ വേട്ടയാടാൻ ശ്രമിച്ചു. അത്രയൊക്കെ ആയിട്ടും സത്യത്തിന് വേണ്ടിയും തൻ്റെ സുഹൃത്തിന് വേണ്ടിയും നിൽക്കുന്ന ഫെനിക്ക് വലിയൊരു സല്യൂട്ട്. ഇനി റിനിയുടെ മറുപടി എന്താണ്? റിനിയുടെ മറുപടി കൺവിൻസിങ് ആണെങ്കിൽ അതിനും നമ്മൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടൊരു വീഡിയോ ചെയ്യും. കാര്യം സത്യം എന്താണെന്ന് പറഞ്ഞാൽ ആ കാര്യം വെളിയിലേക്ക് എത്തണം. ആ സത്യം എന്താണ് എന്നറിയണം. എന്തായാലും ഇതിൽ ഈ വാട്സപ്പ് ചാറ്റുകളിൽ കാണുന്ന ഒരു കാര്യം, റിനി ആൻഡ് ജോർജ് ഈ പെണ്ണ് ടെക്സ്റ്റ് ചെയ്തായിരുന്നു, എന്നോട് വിളിക്കാൻ പറഞ്ഞു എന്ന് ആ മൂന്നാമത്തെ പരാതിക്കാരി റിനി തന്നെ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. ഈ പെണ്ണ് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നോട് വിളിക്കാൻ പറഞ്ഞു. റിനി അങ്ങോട്ട് വിളിക്കാൻ ഈ പെൺകുട്ടിയോട് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു എന്ന് കൃത്യമായി തെളിവാക്കുന്ന രേഖകളടക്കം പുറത്തുവിട്ടിട്ടുണ്ട്. എന്താണ് ഇതിന്റെ റെസ്പോൺസും കാര്യങ്ങളും ഒന്നും അറിയില്ല. റിനിയുടെ റെസ്പോൺസിന് വേണ്ടി കാത്തിരിക്കുന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുക്കിയതാണെങ്കിൽ, ഗൂഢാലോചന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് സംഘം ചേർന്ന് ഒത്തു കളിച്ചതാണെങ്കിൽ അതിന്റെ വസ്തുതകൾ വെളിയിൽ വരണം. ചില ആൾക്കാർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ചില സ്ത്രീകളുടെ വാട്സപ്പ് ഗ്രൂപ്പും മറ്റുമൊക്കെ ഉണ്ട്, രാഹുലിനെ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ സത്യാവസ്ഥ അറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷെ അങ്ങനെ പറയുന്നവരോട് സത്യം എന്തായാലും അത് വെളിയിൽ വരണം. യഥാർത്ഥത്തിൽ റിനിക്കടക്കം അതിൽ എന്താണ് പങ്കുണ്ടെങ്കിൽ എന്താണ് പങ്കെന്ന് ഫെനി പറയുന്നത് പോലെ റിനി ആ പെൺകുട്ടിയെ കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഉണ്ടെങ്കിൽ അതിന് മറുപടി റിനി പറയണം. റിനി പറയുന്ന മറുപടി നമ്മൾ അതേപോലെ കൊടുക്കും. പൊതുജനം തീരുമാനിക്കട്ടെ എന്ന സത്യം എന്താണ്. അപ്പോൾ തൽക്കാലം ഫെനിയാണ് ഒന്ന് ജയിച്ചു നിൽക്കുന്നത്. കാര്യം ഫെനി ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ പരാതിക്കാരി റിനി തന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നതായിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. നാളെ റിനിയുടെ റെസ്പോൺസ് എന്താണെന്ന് നമുക്ക് നോക്കാം.